പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ 100ാമത്തെ അതിഥിയെ പരിചയപ്പെടുത്തി, 101, 102 അതിഥികളെ പരിചയപ്പെടുത്തി. എന്നാൽ 103, 104 നമ്മുടെ ടീമിന് നമ്മോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് 105ാമത്തെ അതിഥിയെ പിടികൂടുന്നതല്ല ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മോടൊപ്പം ഇന്ന് ഈ പുണ്യകർമ്മത്തിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ എപ്പിസോഡിൽ നമുക്ക് സഹായമായി എത്തിയത് തെന്മല ഡിവിഷനിലെ നമ്മുടെ ഓഫീസർമാരാണ്. എന്തായാലും ഞങ്ങൾ ഇന്നത്തെ അതിഥിയെ തുറന്നുവിടാനായി നമ്മുടെ ഓഫീസർമാർ കണ്ടെത്തിയ സ്ഥലം ഞങ്ങൾക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. നല്ല ചൂടാണ്. ഈ ചൂടിലും നമുക്ക് ജലത്തിൻ്റെ ഉറവയുള്ള അല്ലെങ്കിൽ ജലാംശമുള്ള സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ ഈ ചുമതലയുടെ അധികാരികൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ DFIയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ സാറന്മാർ കൂടെ വന്നു. അവർ സ്ഥലം കണ്ടെത്തി. നല്ല സ്ഥലമായിട്ട് എനിക്കും തോന്നുന്നു, നല്ല ഉചിതമായ സ്ഥലം. ഈ വേനലിൽ ഇതിനപ്പുറം നല്ല സ്ഥലം എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിലോ കൊല്ലം ജില്ലയിലോ ഉള്ള വനമേഖലയിലോ ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ 105ാമത്തെ അതിഥിയെ ഞങ്ങൾ തുറന്നുവിടാനായി കുറച്ചുകൂടി സഞ്ചരിക്കേണ്ടതുണ്ട്. പോകാം നമുക്ക് നമ്മുടെ ടീമിനും നമ്മുടെ ഓഫീസർമാരുമായിട്ട്, നമ്മുടെ അതിഥിയുമായിട്ട് ആ സ്ഥലത്തേക്ക്. എന്തായാലും ഞങ്ങളുടെ യാത്ര എൻ്റെ 105ാമത്തെ നമ്മുടെ കൃഷ്ണസർപ്പത്തെ തുറന്നുവിടാനായി നമ്മുടെ സാറന്മാർ, സാബു സാറും സുനിൽ സാറും അനിൽ സാറും അജയൻ സാറും ഒക്കെ കണ്ടെത്തിയ സ്ഥലം അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ നല്ല ഉറവയുള്ള കാണാൻ നമുക്കെന്ത് മനോഹരമായി. ഈ വേനലിലും ഇത്രയും വെള്ളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ജീവികളുടെ ഭൂമിയിൽ അവർക്ക് ജീവിക്കാനായി ഉള്ള ഭാഗ്യം അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള അവസരം സർവേശ്വരന്മാർ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ എവിടെ പോയാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ കാട്ടുതീ. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ഗവിയിലൊക്കെ പോകുന്ന വഴിക്ക് എല്ലാ സ്ഥലങ്ങളിലും തീ പടരുന്നുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളറിയാം, എല്ലാവരും പറയാണ്ട് കാട്ടുതീ ഉണ്ടാകും, മുള ഉരഞ്ഞ് കാട്ടുതീ ഉണ്ടാകുമെന്നാണ്. അത് തെറ്റായൊരറിവാണ്. ചില ആൾക്കാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഉൾക്കാടുകളിൽ കയറി കാട്ടുതീ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രകൃതിയെ നശിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഈ തലമുറ കൊണ്ട് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ച് തീരുന്നില്ല. അടുത്ത തലമുറ, നിങ്ങളുടെ മക്കളുടെ മക്കളുമൊക്കെ ജീവിക്കാൻ പോകുന്ന തലമുറയിൽ അവർക്ക് ജീവിക്കാനുള്ള മനോഹരമായ ഈ പ്രകൃതിയെ നിലനിർത്താനുള്ള ജീവികൾ അതിൽ നശിച്ചു പോകുന്നതെന്ന് മറന്നു പോകാതിരിക്കുക. കാട്ടുതീ ഉണ്ടാകുമ്പോൾ കാട്ടുകോഴിയുടെ അവസ്ഥ, അവർ മുട്ടയിടുന്നത് ചപ്പിലാണ് താഴെ. ആ മുട്ട നശിക്കും, അവിടെ കുഞ്ഞുങ്ങളുണ്ടാവുകയില്ല. അതുപോലെ ഹമ്മിങ് ബേഡ്സ് അഥവാ കുഞ്ഞു കുഞ്ഞു പക്ഷികൾ ചെറിയ കുറ്റിച്ചെടികളിലാണ് കൂടുണ്ടാക്കി മുട്ടയിടുന്നത്. ആ കുഞ്ഞുങ്ങൾ ആ സാധുജീവികൾ നശിക്കുന്നു. അതുപോലെ നമുക്ക് ക്യാൻസർ പോലുള്ള ഹൃദയസ്തംഭനം ഉണ്ടാകുമ്പോൾ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ, ബ്രെയിൻ ട്യൂമർ ഉണ്ടാകുമ്പോൾ, പാമ്പ് കടിയേറ്റാൽ കൊടുക്കുന്ന, അതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ള മരുന്നൊക്കെ നമുക്ക് സമ്മാനിക്കുന്ന പാമ്പുകൾ, എത്രയിനം പാമ്പുകളാണ് നമ്മുടെ കാട്ടുതീ വഴി നശിക്കുന്നതെന്നാണ് നിങ്ങൾ ഓർമ്മ വെക്കണം. ചിതൽ പോലും, നമ്മൾ നിസ്സാരമായിട്ട് പോകുന്ന ചിതൽ പോലും നമുക്ക് അനിവാര്യമായി പല അസുഖങ്ങളിൽ നിന്നും ആയുർവേദത്തിൽ ചിതൽ പുറ്റിൽ നിന്ന് വരെ ഔഷധങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഈ മനോഹരമായ നമ്മുടെ കാടുകൾ അവശേഷിക്കണം. ഈ ചൂട് ഞങ്ങൾക്കിവിടെ നിന്ന് ഞങ്ങളൊക്കെ കരിയുന്നു. കാരണം അത്രയ്ക്ക് ചൂട് അനുഭവപ്പെടുന്നു. ഒരു മരം നമ്മൾ മുറിക്കുമ്പോൾ അല്ലെങ്കിൽ 100 മരങ്ങൾ നമ്മൾ മുറിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്ന്. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ സർക്കാരിൻ്റെ ആയിരുന്നാലും ആരുടെ ആയിരുന്നാലും പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിക്കരുത് എന്നുള്ളത് നമ്മുടെ കേരളീയർ, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ഒന്ന് പാലിക്കണം. എനിക്കെന്തായാലും അത് പാലിക്കാൻ കഴിയില്ല. കാരണം
പാമ്പിനെ പിടിക്കുമ്പോൾ കിട്ടുന്നത് പ്ലാസ്റ്റിക് ചാക്ക്, പ്ലാസ്റ്റിക് കുപ്പിയൊക്കെയാണ്. അപ്പോൾ അത് ശേഖരിക്കുന്നതിൽ തന്നെ എനിക്കൊരു ലക്ഷ്യമുള്ളത്, ഇതൊക്കെ ശേഖരിച്ചതിന് ശേഷം അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് ഞാനത് ഫ്രീ ആയിട്ട് നൽകുന്നു. അപ്പോൾ അവരതിനെ കൊണ്ടുപോയി റീസൈക്ലിംഗ് എല്ലാത്തിനും ഓട്ടയിട്ട് അവർക്ക് നൽകും. അപ്പോൾ അതവർ കൊണ്ടുപോയി ഉരുക്കി ടാറിൽ ചേർക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പ്രേക്ഷകരെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഞങ്ങൾ നമ്മുടെ ഓഫീസർമാർ കണ്ടെത്തിയ അതിമനോഹരമായ സ്ഥലത്ത് നമ്മുടെ അതിഥിയെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നു. വെറും 4 വയസ്സോളം മാത്രം പ്രായം വരുന്ന ഒരു പെൺ രാജവെൺപാല അഥവാ കിങ് കോബ്ര അഥവാ കരിഞ്ചാത്തി. അതുപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരിക്കലും ഞങ്ങളെ അനുകരിക്കരുത്. നിങ്ങൾ അനുകരിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അവയർനെസ് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് മറന്നു പോകാതിരിക്കുക. എന്തായാലും നമ്മുടെ ഈ കുഞ്ഞൻ അതിഥിയെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു. എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, നിങ്ങൾ അനുകരിക്കരുത്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രോഗ്രാമിലൂടെ, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ 100 ഒരുപാട് വൈകി. 99-ൽ നിന്ന് 100-ലേക്ക് വരാൻ ഒരുപാട് സമയമെടുത്തു. അത് കഴിഞ്ഞ് 100, 101, 102 ഞങ്ങൾ ഒരേ ദിവസമാണ് എടുത്തത്. കൊല്ലം ജില്ലയിൽ പത്തനാപുരം റേഞ്ചിൻ്റെ കീഴിൽ ഞങ്ങൾ ഒരു 101-ാമത്തെ അതിഥിയെ പിടികൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ 102-ാമത്തെ അതിഥിയെ അട്ടത്തോട്, പത്തനംതിട്ട ശബരിമലയ്ക്ക് അടുത്ത് അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് പിടികൂടുന്നത്. അവിടെ നിന്ന് വിളി വരുന്നു, അവിടെ പോയി പിടികൂടി. അത് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ 103-ാമത്തെ രാജവെൺപാല പത്തനംതിട്ട ജില്ലയിൽ ആങ്ങാമൊഴിക്ക് അടുത്ത് കോട്ടമൺപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിടികൂടാൻ കഴിഞ്ഞു. ഇത് അങ്ങനെ 105-ാമത്തെ അതിഥിക്ക് മുന്നേ 104-ാമത്തെ അതിഥിയെ ഞങ്ങൾ പിടികൂടിയത് പത്തനംതിട്ട ജില്ലയിൽ കോന്നി ഡിവിഷൻ്റെ കീഴിൽ കൊക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നായിരുന്നു. അത് ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 105-ാമത്തെ അതിഥിയെ പിടികൂടുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ പരിചയപ്പെടാനില്ല, നിങ്ങൾ ഒരുപാട് കിങ് കോബ്ര ഞങ്ങൾ പിടികൂടുന്നത് നിങ്ങൾ പരിചയപ്പെട്ടതാണ്. ഇദ്ദേഹത്തെ നമ്മൾ തുറന്നു വിടുന്നതാണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. Name King Cobra. Kingdom Animalia. Phylum Chordata. Class Reptalia. Family Elapidae. Genus Ophiophagus. Species Ohanna. രാജവെമ്പാല. പേരുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും മറ്റു പാമ്പുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന വർഗമാണ് രാജവെമ്പാല, കിങ് കോബ്ര. രാജവെമ്പാലകൾ മനുഷ്യ മനസ്സുകളിൽ എന്നും ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പു തന്നെ. ഇവയുടെ വെനം മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയാണ് ബാധിക്കുന്നത്. രാജനാഗം, കൃഷ്ണനാഗം, കരിനാഗം, ശംഖുമാല എന്നീ പല പേരുകളിൽ ഇവയെ അറിയപ്പെടുന്നു. മൂർഖൻ പാമ്പുകളുടെ വർഗത്തിൽപ്പെട്ടവയാണ് ഇവയെങ്കിലും മൂർഖനിൽ നിന്ന് വ്യത്യസ്തമായ ഘടനാരീതിയാണ് ഇവയ്ക്കുള്ളത്. ഫണം മൂർഖൻ പാമ്പുകളെപ്പോലെ വട്ടത്തിൽ ആയിരിക്കുകയില്ല, അല്പം നീണ്ടാണ് കാണപ്പെടുന്നത്. ഇവയുടെ അടിഭാഗം ഇളം മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള അകലമുള്ള പട്ടകളായിട്ടായിരിക്കും. ഫണം ഉയർത്തി നിൽക്കുമ്പോൾ ഇവ ദൃശ്യമാണ്. മുതുകിൽ കറുപ്പ് നിറത്തിലുള്ള ചിത്രപ്പണികളോടുകൂടിയ അകലം കൂടിയ പട്ടകളും കാണാം. ഇവയുടെ വായ സാധാരണ തലയോളം വിസ്തീർണം ഉണ്ടായിരിക്കും. അതിനോട് ചേർന്ന് വട്ടത്തിൽ കൃഷ്ണമണികൾ തിളങ്ങുന്നത് കണ്ണുകളിൽ കാണാം. ശരീരത്തിലെ ചെതുമ്പലുകൾ മിനുസമുള്ളതായിരിക്കും. ഇന്ത്യയിൽ സാധാരണയായി രാജവെമ്പാലകൾ വസിക്കുന്നത് കേരളം, തമിഴ്നാട്, കർണാടക, ഒറീസ, അസം എന്നീ സംസ്ഥാനങ്ങളിലെ വനപ്രദേശങ്ങളിലാണ്. യാതൊരു പ്രകോപനവും കൂടാതെ പെട്ടെന്ന് കോപം കാണിക്കുന്ന സ്വഭാവക്കാരനാണ് ഇവ. ഈർപ്പവും തണുപ്പും ഏറെ ഇഷ്ടപ്പെടുന്ന ഇവ വസിക്കുന്നതിനായി നിത്യഹരിതമായ വനപ്രദേശമാണ് തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യവാസമുള്ള സ്ഥലങ്ങൾ ഇവയ്ക്ക് തീരെ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇവ നാട്ടിൻ പ്രദേശങ്ങളിലും എത്തിപ്പെടാറുണ്ട്.
വയനാട്ടിൽ തേയില കാപ്പിത്തോട്ടങ്ങളിൽ ഇവ ധാരാളമായി കണ്ടുവരുന്നു. ഇവയുടെ സഞ്ചാരം മിക്കപ്പോഴും പകൽ സമയത്താണ്. തന്റെ വെനം കൊണ്ട് കുത്തിവെച്ച് കൊന്നതിന് ശേഷം മാത്രമേ ഇവ ഇരയെ ഭക്ഷിക്കാറുള്ളൂ. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവയുടെ കൂടുനിർമ്മാണം. സാധാരണ പാമ്പുകൾ ഒഴിഞ്ഞ മാളങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഇവ കരിയില, ഇലകൾ, ചുള്ളിക്കമ്പുകൾ എന്നിവ കൊണ്ട് സ്വന്തമായി കൂട് നിർമ്മിച്ച് അതിലാണ് മുട്ടയിടുന്നതും വിരിയിക്കുന്നതും. സാധാരണ ഇവയുടെ കൂടിന് ഒരടിയോളം ഉയരവും ഉണ്ടാകും. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് ഇണചേരൽ. ഒരു ആഴ്ചക്കാലയളവിൽ 50ഓളം മുട്ടകൾ ഇടാറുണ്ട്. ഏകദേശം 45 മുതൽ 60 ദിവസം വരെയുള്ള കാത്തിരിപ്പിന് ശേഷമാണ് മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവരുന്നത്. ജനനത്തിൽ തന്നെ കുട്ടികൾക്ക് 2 അടിയോളം വളർച്ചയുണ്ടാകും. ഇവയുടെ കടിയേറ്റാൽ മരണം ഉറപ്പാണ്. കാരണം ഒറ്റ കടിയിൽ തന്നെ മറ്റു പാമ്പുകളിൽ കാണുന്ന വെനത്തിന്റെ 10 മടങ്ങാണ് ഇവയിൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയുടെ കടിയേറ്റാൽ പെട്ടെന്ന് ബോധക്ഷയവും മരണവും സംഭവിക്കുന്നു. ഒരു ആനയെപ്പോലും രാജവെമ്പാലയ്ക്ക് കൊല്ലാൻ കഴിയും. ഇവയുടെ കടിയേറ്റ സംഭവങ്ങൾ വളരെ കുറവാണ്. കാരണം മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഇവ സാധാരണയായി എത്തിപ്പെടാറില്ല എന്നതുതന്നെ. സാധാരണ ഞങ്ങൾ വേനൽ കൂടുമ്പോൾ നമ്മൾ അതിഥികളെ പിടികൂടുമ്പോൾ ഞങ്ങൾ അവർക്ക് ദാഹജലം കൊടുക്കാറുണ്ട്. ഇപ്പോഴും നമ്മൾ ഈ 4 വയസ്സിനുടമയായ നമ്മുടെ അതിഥിക്ക് നമ്മൾ വെള്ളം കൊടുക്കുകയാണ്. അദ്ദേഹം കുടിക്കും. ഞാനിപ്പോൾ ഇനി ഒരു കാര്യം കൂടി പറയാൻ പോകുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണ മൂർഖൻ്റെ അണലിയുടെ ഇണചേരൽ കഴിഞ്ഞു. നവംബർ, ഡിസംബർ, ജനുവരി മാസം ഇപ്പോൾ പാമ്പുകൾ മുട്ടയിടുന്ന സമയം കഴിഞ്ഞു. ഈ മാസം അങ്ങോട്ട് ആകുമ്പോൾ പാമ്പുകൾ മുട്ടയിട്ടിന് അടുത്ത് മുട്ട വിരിയുന്ന സമയമാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഈ കൃഷ്ണസർപ്പങ്ങൾ ഭക്ഷണം തേടുകയാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം. അത് കഴിഞ്ഞാൽ ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് മാസം, മെയ് ആദ്യം വരെയൊക്കെ അണലി പ്രസവിക്കുന്ന സമയമാണ്. അതുമാത്രം മൂർഖൻ മുട്ട വിരിയുന്ന സമയമാണ്. അത് കഴിഞ്ഞാൽ മെയ്, ജൂൺ, ജൂലൈ, മെയ് അവസാനം, ജൂൺ, ജൂലൈ മാസങ്ങൾ കിങ് കോബ്രയുടെ, രാജവെമ്പാലയുടെ ഇണചേരൽ സമയമാണ്. ഇപ്പോൾ നമ്മൾ ഈ പിടികൂടിയ അതിഥി മാറ്റിങ്ങിനായി ഹീറ്റായി വരികയാണ്. എന്തായാലും നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഒട്ടനവധി കാട്ടുപൂച്ച ഉൾപ്പെടെ, പന്നി ഉൾപ്പെടെ, ഒരുപാട് മുള്ളം പന്നി ഉൾപ്പെടെയുള്ള ഒരുപാട് അതിഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തി. അതുപോലെ ഒട്ടനവധി കിങ് കോബ്രകളെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്. ഇനിയും ഇത് 105ാമത്തെ നമ്മുടെ അതിഥിയാണ്. 9 അടിയോളം മാത്രം നീളം വരുന്ന, ഉദ്ദേശം 9 അടിയോളം മാത്രം നീളം വരുന്ന 4 വയസ്സിനുടമയായ അതിഥിയാണ്. ഫീമെയിലാണ്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കാണുന്ന മഞ്ഞ കലർന്ന കറുപ്പ് വരകൾ, ഇപ്പോൾ 29 വരകൾ ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് തെളിഞ്ഞ് കാണുന്നുണ്ട്. 33 വരകളുണ്ട്, തെളിയാതെയും കുടിച്ചിരുന്ന 33 വരകളുണ്ട്. എന്തായാലും 9 അടിയിലേറെ നീളം ഇദ്ദേഹത്തിനുണ്ട്. തല നമുക്ക് കാണാം. തല കൗളിൻ്റെ വശം പരന്നിട്ട് ചുണ്ട് കൂർത്തിരിക്കും. അതാണ് ഫീമെയിലിൻ്റെ ലക്ഷണം. ഇപ്പോൾ നമ്മുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മൾ പാമ്പുകളുടെ, ആണും പെണ്ണും പാമ്പുകളുടെ തല ഇന്നതുപോലെ ഇരിക്കും, കഴുത്ത് ഇന്നതുപോലെ ഇരിക്കും, ചുണ്ട് ഇന്നതുപോലെ ഇരിക്കുമെന്ന് കണ്ടിട്ട് പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ എല്ലാവരും അത് പറഞ്ഞു തുടങ്ങി. ആ പെൺ പാമ്പിൻ്റെ തല ചെറുതായിരിക്കും, ചുണ്ട് കൂർത്തിരിക്കുന്നു എന്ന്. ഇത് അതിൻ്റെ ലക്ഷണം എന്തായാലും നമുക്ക് പരിചയപ്പെടാം. കുഞ്ഞ് അതിഥിയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. നമ്മളെന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ അതിഥിയെ പരിചയപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ 105ാമത്തെ അതിഥി. എന്തായാലും നമ്മുടെ ഈ 105ാമത്തെ അതിഥി ഏകദേശം 9 അടിയോളം മാത്രം നീളം വരുന്ന, 4 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന പ്രായമുള്ള അമ്മ കൃഷ്ണസർപ്പത്തെ ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മളെന്തായാലും ഈ അതിഥിയെ ആ കാണുന്ന ഉറവയിലേക്ക്
വെള്ളത്തിലേക്ക് തുറന്നു വിടുന്നു. അപ്പോൾ നമ്മുടെ അതിഥിയെ നമ്മൾ കുളിർമയായുള്ള സ്ഥലത്തേക്ക് വിടുകയാണ്. അദ്ദേഹം ഇനി ആറ്റിലേക്ക് പോകുമോ എന്ന് എനിക്കറിയില്ല. നമ്മളതിന് വെള്ളത്തിൽ വിടുകയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ യാത്രയുടെ ഈ എപ്പിസോഡ് 105ാമത്തെ അതിഥിയെ പിടികൂടുന്നത് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഓഫീസർമാർ കണ്ടെത്തിയ സ്ഥലത്ത് തുറന്നു വിട്ടു. വെള്ളത്തിൽ അതിമനോഹരമായ ഈ തടാകത്തിൽ നമ്മൾ തുറന്നു വിട്ടു. ഇനിയും ഒരുപാട് വ്യത്യസ്തരായ അതിഥികളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തരായ അതിഥികളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നു. എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ ഈ ഭാഗം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വ്യത്യസ്തനായ ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക്, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ: kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.